ഓർഗനൈസേഷണൽ സെറ്റപ്പ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത രീതി, ഇത് രണ്ടും പി എഫ് ഐക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏത് രീതിയിലാണോ ഇവർ വളരുന്നത്, ഏത് രീതിയിലാണോ ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണോ പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ പവർ പിടിച്ചെടുക്കുന്നത്, അതേ രീതിയും അതേ സ്ട്രക്ചറും തന്നെയാണ് ഇവർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസം, അത് നമ്മുടെ ഒരു ഇൻഡിജിനസ് ആയ രീതിയിലേക്ക് ഇച്ചിരിയും കൂടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവരത് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഈ സെറ്റപ്പ് മൊത്തം വളരെ കൃത്യമായിട്ടും അവരാ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവരെങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവർ ഏതൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സിറിയയിലെ, ഇറാഖിലെ, അതുപോലെ തന്നെ അൽഖ്വയ്ദ, അങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടെല്ലാം ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും ഇവർക്ക് പരിശീലനത്തിന് ആളുകളെ പരിശീലിപ്പിച്ചെടുക്കാൻ കൃത്യമായിട്ട് ഇവർക്ക് ഓൾറെഡി തന്നെ ഇൻവെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വലിയ ഡാറ്റയും ഒരു രീതിയും എല്ലാം ഉണ്ട്. ഒരു വശത്തുകൂടെ തീവ്രവാദം കുത്തിവെച്ച് മറുവശത്തുകൂടെ ആയുധ പരിശീലനവും കൊടുത്ത് ഇങ്ങനെ സമ്മേളിപ്പിച്ച് ഭീകരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഇവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ഇവർ തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും ഇത് ഏറ്റവും വ്യക്തമായിട്ട് കണ്ടുപിടിച്ചേക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞേക്കുന്ന ഇവരുടെ ആയുധ പരിശീലനത്തിൻ്റെ കാര്യം, ഓർഗനൈസേഷണൽ സെറ്റപ്പിൻ്റെ കാര്യം, ഇതെല്ലാം വളരെ കൃത്യമായിട്ടും ഇവർ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം.